ഈ കുട്ടി തന്റെ ആദ്യ സിനിമ സംവിധാനം ചെയ്യുകയാണ്. സിനിമയിലെ എല്ലാം യഥാർത്ഥമായി കാണണമെന്നവൻ ആഗ്രഹിച്ചു. അങ്ങനെ 2 കുഴികൾക്കിടയിൽ ഒരു മരപ്പലക സ്ഥാപിച്ച് അതിൽ കുറച്ച് മണ്ണ് നിറച്ച് ബോംബ് സ്ഫോടനം പോലെ തോടിപ്പിക്കാൻ അതിൽ ചാടി. പിന്നെ നിലത്തൊരു ചാലെടുത്ത് പടക്കം വെച്ചത് കത്തിച്ചു. അതൊരു റിയലിസ്റ്റിക് ഫീല് തന്നു. അവൻ തന്നെ ക്യാമറ പിടിച്ച് എല്ലാം ഷൂട്ട് ചെയ്തു. എല്ലാവരും അത്ഭുതകരമായി അഭിനയിക്കുകയായിരുന്നു. പിന്നെ 2 ബലൂണുകളിൽ ചുവന്ന ദ്രാവകം നിറച്ചു. വെടിയുണ്ടകൾ അവരുടെ നേരെ എറിയപ്പെട്ടപ്പോൾ അഭിനേതാക്കൾ ബലൂണുകൾ കൈകൊണ്ട് പൊട്ടിച്ചു വെടിയേറ്റതായി തോന്നിപ്പിച്ചു. പക്ഷേ ആ കുട്ടിക്ക് കൂടുതൽ വികാരങ്ങൾ വേണം. അങ്ങനെ അവനൊരു സൈനിക നടനോട് പറഞ്ഞു, നിന്റെ എല്ലാ സഹസൈനികരും യുദ്ധത്തിൽ മരിച്ചുവെന്ന് നീ സങ്കല്പിക്കണം. അവർ നിന്റെ കുടുംബമായിരുന്നു. ഇനി നീ എങ്ങനെ പ്രതികരിക്കുമെന്ന് ആലോചിക്കൂ. പട്ടാളക്കാരൻ മനസ്സിലാക്കി ശക്തമായ ഒരു പ്രകടനം കാഴ്ചവെച്ചു. അവന്റെ മുഖം എല്ലാം നഷ്ടപ്പെട്ടതുപോലെയായിരുന്നു. അവന്റെ നടത്തവും ശരീരചലനങ്ങളും രംഗവുമായി തികച്ചും പൊരുത്തപ്പെട്ടു. പശ്ചാത്തലത്തിൽ മറ്റുള്ളവരെല്ലാം മുന്നിലേക്ക് ഓടി മരിച്ചതായി നടിച്ചു കിടന്നു. ജീവനോടെ അവശേഷിച്ചത് ഈ യുവ സൈനികൻ മാത്രമാണ്. അവരുടെ ശരീരങ്ങൾ കണ്ടപ്പോൾ പട്ടാളക്കാരൻ കൂടുതൽ ആഴത്തിൽ അഭിനയിച്ച് കരയാൻ തുടങ്ങി. ആ രംഗം കണ്ട് ആ കുട്ടിയുടെ ശരീരം മുഴുവൻ വിറച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ കുട്ടി എല്ലാവരോടും എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. എല്ലാവരും നിന്നു. പക്ഷേ പട്ടാളക്കാരൻ നേരെ മുന്നോട്ട് നടന്നു. കുട്ടി അവനെ വിളിച്ചു. പക്ഷേ അവൻ ആരെയും ശ്രദ്ധിച്ചില്ല. തന്റെ പ്രിയപ്പെട്ടവർ പോയി എന്ന് അയാൾക്ക് ശരിക്കും തോന്നി. പിന്നീട് ആ കുട്ടിയുടെ സിനിമ വലിയ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചു. എല്ലാവരും അത് താല്പര്യത്തോടെ കണ്ടു. അത് അവന്റെ ആദ്യ സിനിമയായതിനാൽ അവൻ അല്പം ടെൻഷനിലായിരുന്നു. പക്ഷേ പട്ടാളക്കാരന്റെ വൈകാരിക രംഗം വന്നപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു. അത് കണ്ടതിനു ശേഷം ആളുകൾ കരയാൻ തുടങ്ങി. സിനിമ എല്ലാവരുടെയും ഹൃദയത്തെ സ്പർശിച്ചു. അവന്റെ ആദ്യ ചിത്രം ഒരു സൂപ്പർ ഹിറ്റായി മാറി.